ഇന്നത്തെ കാര്യമൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞങ്ങൾ രാവിലെ കുഞ്ഞപ്പൂൻ്റെ അടുത്ത് കറിവേപ്പില പൊട്ടിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ പറമ്പിൽ വിട്ടതാ. കറിവേപ്പിലനെയും കാത്തുനിന്ന് സാമ്പാർ 2 മണിക്കൂറോളം കടന്ന് തിളച്ച്. എന്നിട്ടും കുഞ്ഞപ്പൂനെ കാണാനില്ല. എങ്ങനെ കാണാനാ? നട്ടുച്ചയ്ക്ക് സൂരജിന്റെ വീട്ടിൽ വന്ന് റൂമിൽ കയറി പുതച്ചു മൂടി കിടക്കുക. എന്താ നമുക്ക് വീടും കൂടിയൊന്നുമില്ലേ? സൂരജ് വീട്ടിൽ അത് ഉച്ചയ്ക്ക് പുതച്ചു മൂടി കിടക്കുക. സ്വന്തമായിട്ട് വീടില്ലേ? ഇല്ലേ? അത് ശരിയാണ്. കുഞ്ഞപ്പൂന് അങ്ങനെ സ്വന്തമായിട്ടൊരു വീടൊന്നുമില്ല. നാട്ടിലെ വീടൊക്കെ കുഞ്ഞപ്പൂന്റെ വീടാണല്ലോ. ഊണ് കഴിച്ചില്ലേ? എവിടുന്ന്? ഇവിടുന്നോ? ആ ഓ, ചോറെങ്കിലും വീട്ടിൽ നിന്ന് കഴിച്ചല്ലോ. ചായ വീട്ടിൽ നിന്ന് കുടിച്ചോണ്ട് കേട്ടോ. വീടിലൊന്നും കാണരുത്, ചായക്കടലിൽ നിന്ന് കാണരുത് കേട്ടോ. ഇവനെ രാവിലെ ഞാനേ കരുവേപ്പിൻ്റെ ഇല പൊട്ടിച്ചോണ്ടാ പറഞ്ഞ് വിട്ടത് അപ്പുറത്തെ പറമ്പിക്ക്. കരുവേപ്പിൻ്റെ ഇലയും കിട്ടിയില്ല, ബനിയും കിട്ടിയില്ല. അങ്ങനെ പോയി. എവിടെയാണെന്നോ രാവിലെ അതിനോട് കരുവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പറഞ്ഞ ഓർമ്മ ഉണ്ടോ? ഓർമ്മ ഉണ്ടോ? എന്നിട്ട് എങ്ങോട്ടാ പോയി? ബാത്റൂം പൊട്ടിക്കോ? അല്ല, അത് അവൻ്റെ ഐഡിയ നോക്കുമ്പോൾ ഫോൺ എടുക്കില്ല. ഫോൺ വീട്ടിൽ വെച്ച് പോകും. അതാകുമ്പോൾ എന്താ, ഫോൺ അടിക്കുമ്പോൾ ഫോൺ വീട്ടിൽ കിടന്ന് അടിച്ചോളും. അങ്ങനെ രക്ഷപ്പെടാലോ. ഞെങ്ങാനും രക്ഷപ്പെട്ട അന്നെ പെടിക്കും ഞാൻ. എന്ത് 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 കാണാന്നോ? ആ കാണാ. രാവിലെ മൂപ്പരെ കരുവേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ വേണ്ടി വിട്ടതാ. എന്നിട്ട് ഇപ്പോഴും വീട്ടിൽ പോകണമെന്നൊരു തോന്നൽ പോലും ഇല്ല. ഇതൊന്നും പോരാണ്ട് അടുത്തത് പല്ലന്റെ കൂടെ പഞ്ചവസ്തിയാ. ആദ്യത്തെ കളിയുടെ ബാക്കി ആരും ചോദിക്കരുത്. ഇപ്പൊ ഈ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ പോരെ കുഞ്ഞിപ്പ് അപ്പുറത്തിരിക്കുന്നുണ്ട്. അപ്പൊ ആ വീഡിയോ ഒന്ന് കട്ട് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് കട്ട് ചെയ്തത്. കാരണം ആദ്യം പിടിച്ചപ്പോ കുഞ്ഞിപ്പ് 8 നിലയിൽ പൊട്ടിയായിരുന്നേ. എന്താ കുത്തുണ്ടോ? എന്റെ ചെക്കനെ കുത്തിയാ? അല്ല, കുഞ്ഞിപ്പ് എങ്ങനെ തോക്കാണ്ടിരിക്കുക? പല്ല നൈസായിട്ട് ചെക്കനെ മാന്തുന്നുണ്ട്. പോത്ത് പോലെ വളർന്നേ. പോത്ത് പോലെ വളർന്നേ. ചെറുക്കോന്റെ 6 പാക്ക് നോക്കടാ. അല്ല നോക്കണ്ട നോക്കണ്ട. എല്ലാരും ഓർക്കുന്നുണ്ടാവും ഇപ്പൊ ഇതിന് മാത്രം ചിരിക്കാൻ എന്താ ഉണ്ടായത്. കുഞ്ഞപ്പൂന്റെ കൈ അറിയാണ്ടൊന്ന് പല്ലന്റെ കവിളില് വീണു. പല്ലന്റെ കൈ അറിയാണ്ട് കുഞ്ഞപ്പൂന്റെ മുതുകിലും വീണു. അടികൊണ്ടിരിക്കണ ഇരുത്ത നോക്ക്. ഉണ്ണീനോട്ടൊരു സോറി പറഞ്ഞടാ. അടുത്തതായി കുഞ്ഞപ്പൂന്റെ കാലിലുള്ള തായം പാത. ആ ആ ആ ആ ആ മറയട്ടെ, മറക്കി. മോനെ. അങ്ങനെ ഒടുവിൽ പല്ലന്റെ ഏട്ടനെ വിളിച്ചു വരുത്തി. അതായത് കുഞ്ഞപ്പൂന്റെ ഉറ്റ സുഹൃത്തായിട്ടുള്ള അബീനെ തന്നെ പല്ലനെ ഏട്ടനെ വിളിച്ചു വരുത്തി.